എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 2026 ജൂലൈ മാസം 1-ാം തീയതി മുതൽ നമ്മുടെ സംസ്ഥാനത്ത് പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. സാധാരണക്കാർക്ക് വേണ്ടി പുതിയ തൊഴിൽ കാർഡുകൾ വിതരണം ചെയ്തവർക്കെല്ലാം തന്നെ ഉറപ്പായിട്ടുള്ള ശമ്പളം നൽകുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്ന പദ്ധതിയാണ് ഇപ്പോൾ പുതുതായിട്ട് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. മുൻപുണ്ടായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിന് പകരമായിട്ടാണ് പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ ബില്ല് പാസാക്കിയിരിക്കുന്നത്. ഈ ജൂലൈ മാസം 1-ാം തീയതി മുതൽ നടപ്പിലാക്കുകയാണ്. മുൻപത്തെ പദ്ധതിയിൽ 100% കേന്ദ്ര വിഹിതമായിരുന്നു എങ്കിൽ ഈ പ്രാവശ്യം മുതൽ ഇത് 60-40 എന്ന ശതമാനത്തിലേക്ക് വരുന്നതാണ്. അതായത് 60% കേന്ദ്ര വിഹിതം, അതോടൊപ്പം തന്നെ 40% സംസ്ഥാനവും കണ്ടെത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മുൻപ് അനുവദിച്ചിരുന്ന കേന്ദ്ര വിഹിതമൊക്കെ ഒരു 4000-5000 കോടി രൂപയായിരുന്നു എങ്കിൽ അതിൽ കുറവ് വരുമെന്ന് അർത്ഥം. ഇനി അത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് മുൻപ് 100 തൊഴിൽ ദിനങ്ങളാണ് ഉറപ്പുവരുത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് 125ഓളം തൊഴിൽ ദിനങ്ങളാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. 125ഓളം തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുമെന്നും നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വേതനം അത് 400 രൂപയും അതിന് മുകളിലേക്ക് ഉയർത്തുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 125 തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുമ്പോഴും സംസ്ഥാനത്തേക്ക് ഇത് എത്ര ദിവസമാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ജൂലൈ മാസം 1-ാം തീയതി ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. എങ്കിലും എന്ന് മുതലാണ് നമ്മുടെ സംസ്ഥാനത്തെ പ്രവർത്തികൾ ആരംഭിക്കുക എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങൾ അത് ഒരുപോലെ യോജിച്ചു പോയെങ്കിൽ മാത്രമേ അത് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി പദ്ധതിയിൽ മുൻപുണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളെ സംബന്ധിച്ച് നിലവിലുള്ള കാർഡ് ഉപയോഗിച്ച് തന്നെ അവർക്ക് തൊഴിലിൽ ഏർപ്പെടുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ പ്രവർത്തന സംവിധാനങ്ങളിലൊക്കെ വേറെ രീതിയിലായിരിക്കും സാലറി. അതായത് ദിവസവേതനം എത്തുന്നത് സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ പോലുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ പുതിയൊരു സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതാണ്. നമ്മുടെ പഴയ തൊഴിൽ കാർഡ് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇതിന് പകരമായിട്ട് നിലവിൽ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡ് എന്ന രീതിയിൽ പുതിയ കാർഡുകൾ ലഭിക്കുന്നതാണ്. ഇനി അത് മാത്രമല്ല, ഈ പദ്ധതിയിൽ ചേരുവാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗത്വം എടുക്കുന്നത് പോലെ തന്നെ പഞ്ചായത്ത് വഴി തൊഴിലുറപ്പ് വിഭാഗം വഴി അപേക്ഷിച്ച് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഫോം, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാർ, KYC പോലുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.